ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ വിഷ്ണുവിൻ്റെ വീട്ടിൽ ആരും കാണാതെ കാവ്യ അടുക്കളയിലെത്തി എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ റൂമിൽ വിഷ്ണുവിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാധ. ആഴമുള്ളോണ്ടാ ഉണങ്ങാൻ താമസമെന്ന് രാധ പറയുമ്പോൾ അച്ഛന് വേദനയുണ്ടോയെന്ന് കല്ല് ചോദിക്കുന്നുണ്ട്. ഏയ് ചെറുതായിട്ടെന്ന് വിഷ്ണുവും. കാവ്യ അവിടെ അടുക്കളയിൽ തന്നെ മുകളിലെ ഷെൽഫിൽ വെച്ച എന്തോ എടുക്കാൻ ചാടി ചാടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും അതെടുക്കാൻ കഴിയാതെ അവൾ ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടുവന്ന് വെച്ച് അതിൽ കയറി മുകളിലെ ഷെൽഫ് തുറന്ന് അതിൽ വെച്ച പാത്രമെടുത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അവൾ ഏന്തി വലിഞ്ഞ് അതിന് മുകളിലെ പാത്രമെടുക്കുമ്പോഴേക്കും കെട്ടിമറിഞ്ഞ് താഴോട്ട് വീഴുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് അയ്യോ എന്നുള്ളൊരു വിളിയും പാത്രത്തിൻ്റെ ശബ്ദവും കേട്ട് എന്താ അത് എന്ന് ചോദിച്ച് രാധയും കല്ലുവും കൂടി അടുക്കളയിലേക്ക് ഓടുന്നുണ്ട്. അവിടെ അരിപ്പൊടിയെല്ലാം തലവഴി തട്ടിമറിഞ്ഞ് അതെല്ലാം തട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാവ്യ. രാധ അങ്ങോട്ട് ഓടി വന്ന് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മൊത്തത്തിൽ തലവഴി അരിപ്പൊടിയുമായി നിൽക്കുന്ന കാവ്യയെയും താഴെ നിലത്ത് ചിതറിക്കിടക്കുന്ന അരിപ്പൊടിയുമാണ് കാണുന്നത്. അവളെ കണ്ട് അങ്ങോട്ടോടി വന്ന കല്ലുവിനും ചിരി വരുന്നുണ്ട്. രാധ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് ഡി നീ എന്തിനാടി അടുക്കളയിൽ കയറിയതെന്ന് ചോദിക്കുന്നുണ്ട്. സ്നാക്സ് കട്ടെടുക്കാൻ കയറിയതായിരിക്കുമെന്ന് കല്ല് പറയുമ്പോഴേക്കും എടി നിനക്ക് എന്തേലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞൂടെ, ഇതാര് വന്ന് ക്ലീനാക്കും, മനുഷ്യനെ തലപ്രാന്ത് കയറ്റാനായിട്ട് എത്ര പൊടിയാ തട്ടിക്കളഞ്ഞത്, നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞ അവളെ പൊതിരെ തല്ലുന്നുണ്ട്. അടുക്കളയിലെ ബഹളമെല്ലാം കേട്ടോണ്ട് ഏയ് മോളെ എന്താ അവിടെയെന്ന് വിഷ്ണു റൂമിലിരുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പറഞ്ഞ കേക്കത്തില്ലല്ലേ, ഇപ്പൊ എന്തിന്റെ ആവശ്യമായിരുന്നു എന്നൊക്കെ ചോദിച്ചോണ്ട് രാധ അടി തുടരുമ്പോഴേക്കും മോളെ എന്താ അവിടെ നിന്നും ചോദിച്ച് വിഷ്ണുവും ടെൻഷനോടെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കാവ്യ അമ്മയുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛന്ന് വിളിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ മോളെ എന്തു പറ്റി മോളെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അമ്മ എന്നെ തല്ലിയെന്ന് കാവ്യയും. രാധയും അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നീ എന്തിനാ കാവ്യയെ തല്ലി എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. തല്ലിയതിന്റെ കാരണം ദേഹത്തു തന്നെ ഉണ്ടല്ലോ എന്ന് രാധ ചോദിക്കുമ്പോൾ അതിന് വിലക്കിയ പോരെ തല്ലണോ എന്ന് വിഷ്ണുവും. ഓ കൊള്ളാം, ഇത് നിങ്ങൾ തന്നെ പറയണം. എന്റെ കരണത്തടിച്ചപ്പോ ഇങ്ങനൊന്നും തോന്നാത്തത് എന്താ, പിന്നെ എന്നെ ആരെന്ത് ചെയ്താലും അതിനുള്ളത് കിട്ടും, അതെനിക്ക് ഉറപ്പാ. കണ്ടില്ലേ ഓരോരുത്തരെ കെട്ടിവെച്ച് നടക്കുന്നത് എന്ന് വിഷ്ണുവിന്റെ കാലിൽ നോക്കിക്കൊണ്ട് രാധ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന കല്ലുവും അമ്മ അച്ഛനെ അങ്ങനെ പറയരുത്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ എല്ലാം ആട്ടും ഉപദേശവും കേട്ട് നിങ്ങൾക്കുള്ളതെല്ലാം ഉണ്ടാക്കി തരാം കേട്ടോ എന്ന് രാധ ഒച്ച വയ്ക്കുമ്പോൾ എന്റെ രാധയെ നീയൊന്നടങ്ങ്, എന്തിനാ ഈ ബഹളമെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. എനിക്ക് വയ്യ, മടുത്തു, എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് എനിക്കിനി വയ്യ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രാധ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അമ്മേ പോവല്ലേ, അമ്മേ നിക്കമ്മേ എന്ന് പറഞ്ഞ് കല്ലുവും അമ്മയുടെ പുറകെ ചെല്ലുന്നുണ്ട്. അവൾ ഡൈനിങ് ഹാളിലെത്തി അമ്മേ പോവല്ല അമ്മ എന്ന് പറഞ്ഞ് അമ്മയെ പിടിച്ചു നിർത്തുമ്പോഴേക്കും അമ്മേ സോറി ഇതും പറഞ്ഞ് ഇറങ്ങി പോവല്ലേ എന്ന് കല്ല് പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്തു വേണം, ഞാൻ എന്തേലും പറയുന്നതാണല്ലോ പ്രശ്നം, നിങ്ങൾ അരിപ്പൊടി വാരി എറിയുകയോ വീടെടുത്ത് തിരിച്ചു വെക്കുകയോ എന്ത് വേണേലും ചെയ്യേ, ഞാൻ കണ്ട എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ മിണ്ടുന്നതാണല്ലോ കുറ്റം എന്ന് പറഞ്ഞ് രാധ വീണ്ടും പോവാനായി തുടങ്ങുമ്പോഴേക്കും രാധയുടെ കയ്യിൽ പിടിച്ചു വലിച്ചോണ്ട് അമ്മേ ഞങ്ങൾ ഇനി ഒന്നും പറയില്ല അമ്മേ, സോറി അമ്മ എന്ന് കല്ല് പറയുന്നുണ്ട്. വീടെന്ന് പറഞ്ഞ് അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് രാധയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അമ്മേ പോവില്ലേ അമ്മേ എന്ന് ടെൻഷനോടെ കല്ല് വിളിച്ചു പറയുമ്പോഴേക്കും മോളെ കല്യാണി എന്ന് വിഷ്ണു അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്. അവൾ വന്നോളും നീങ്ങു വന്നേ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും കല്ലുവും അച്ഛന്റെ അരികിലേക്കായി പോകുന്നുണ്ട്. സൂക്ഷിക്കണ്ടേ മോളെ എന്ന് കാവ്യയോടായി വിഷ്ണു പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്ന കല്ലുവും അച്ഛ അമ്മ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അവൾ എവിടം വരെ പോവാനാ, കുറച്ചു കഴിയുമ്പോൾ പോയ പോലെ തിരിച്ചു വരും എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഷോ കാവ്യെ ഇവിടെയൊന്നും കുടഞ്ഞിടില്ലെന്ന് കല്ല് ഓർമ്മിപ്പിക്കുന്നു. മോളെ കാവ്യൊന്ന് കുളിപ്പിച്ചെടുക്ക്, മൊത്തം പൊടിയും ദേഹത്താ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ചിരിയോടെ ബാക്കി അടുക്കളയിലെ നിലത്തുണ്ടെന്ന് കാവ്യയും പറയുന്നുണ്ട്. അത് കേൾക്കെ പൊട്ടിച്ചിരിച്ചോണ്ട് നിന്നെ ഇനി എങ്ങനെ മനുഷ്യക്കൊലത്തിലാക്കുമെടി, ഇങ്ങു വാ എന്ന് പറഞ്ഞ് കല്ലു അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ രേണുവിന്റെ വീട്ടിൽ കിണറിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റിലൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ്. രണ്ട് കൈയിലും വെള്ളം നിറച്ച ബക്കറ്റുമായി അവൻ വീട്ടിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഓട്ടോയിൽ രാധ അങ്ങോട്ടെത്തുന്നത്. അവളെ കണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് അവൻ ടെൻഷനോടെ ബക്കറ്റ് നിലത്തേക്ക് വെക്കുമ്പോഴേക്കും ആ കാഴ്ച കാണുന്ന രാധയും അവന്റെ അടുത്തേക്ക് വന്ന് എന്തുവാടാ ഇത്, നീ ഇവിടുത്തെ പണിക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഗതികെട്ടേച്ചി എന്ന് തളർച്ചയോടെ മഹേഷ് പറയുമ്പോഴേക്കും രേണുവിൻ്റെ അമ്മയും പുറത്തേക്ക് വന്ന് രാധയെ കണ്ട് രാധയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ വിളി കേട്ട് രാധ നോക്കുമ്പോൾ ഇതെന്താ കയറി വരാത്തെ, വാ എന്നവർ വിളിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ സിറ്റൗട്ടിൽ നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് കയറി ചെന്ന് ഇതെന്തോന്നാ മാമി
ഇവൻ ഇവിടെ പണിക്ക് കൊണ്ടുവന്ന് നിർത്തിയേക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ പണികളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്ന് ശശികലയും ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ പാതാളക്കിണറ്റിന്ന് മോട്ടറുള്ളപ്പോഴും വെള്ളം കോരേണ്ടതാണോ ഇവൻ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്? മനുഷ്യന് ജീവിതത്തിൽ വീഴ്ചകളൊക്കെ പറ്റും എന്ന് വെച്ച് ഇങ്ങനെ പെരുമാറരുത് മാമി എന്നവൾ പറയുമ്പോൾ യോഗ്യത കെട്ട ഇങ്ങനെ ഇരിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പെണ്ണ് വീട്ടിൽ വന്ന് കിടന്ന ഇത്രയ്ക്കിത്രയേ ഉണ്ടാവൂ എന്നവർ പറയുമ്പോഴേക്കും രേണുവും അങ്ങോട്ടെത്തുന്നുണ്ട്. അതാ നിങ്ങളുടെ സംസ്കാരം. ഞങ്ങളെ വീട്ടിലെ ഇവനെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കില്ലായിരുന്നു എന്ന് രാധ പറയുമ്പോൾ അതിന്റെ കുഴപ്പമെല്ലാം മരുമോന് നന്നായിട്ടുണ്ട് എന്ന് ശശികലയും പറയുന്നുണ്ട്. എന്റെ വീട്ടിലെ വിഷ്ണുവേട്ടൻ എങ്ങനെയാ നിന്നെന്ന് നിങ്ങൾക്കറിയാലോ. സംസ്കാരമുള്ളവരെ അങ്ങനെയാ, മരുമോനെ മാനിക്കും, വില കൊടുക്കും എന്ന് രാധയും പറയുന്നുണ്ട്. നമ്മുടെ മരുമോനെ മാനിച്ച് വില കൊടുക്കാൻ എന്തെങ്കിലും പാങ്ങുണ്ടാവണ്ടേ എന്ന് ശശികല ചോദിക്കുമ്പോഴേക്കും രാധ രേണുവിന്റെ അടുത്തേക്ക് ചെന്ന്, രേണു, നിന്റെ വീട്ടിൽ നിന്ന് മഹേഷിന് കിട്ടുന്ന വില നീ മഹേഷിന് കൊടുക്കുന്ന വിലയാ എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോഴേ എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നതാ. എന്നെ മാനിക്കാത്ത ഒരാൾക്ക് എന്റെ വീട്ടിലും ഇത് തന്നെ പ്രതീക്ഷിച്ചാ മതി എന്ന് രേണു തീർത്തു പറയുമ്പോഴേക്കും കൊള്ളാം, നല്ല ന്യായം. നിങ്ങൾക്കിടയിലെ പ്രശ്നത്തിന് വീട്ടിലെ പണിയെടുപ്പിക്കുകയാണോ രേണു വേണ്ടത് എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട്. അത്ര സങ്കടമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത് എന്ന് ശശികല പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം മാമി എന്ന് രാധയും. ഓ, നിർത്തണ കാര്യം പറഞ്ഞപ്പോൾ പറ്റണില്ലല്ലേ, വലിയ വർത്താനം പറയാനേ എല്ലാവർക്കും പറ്റും എന്ന് ശശികല പറയുമ്പോഴേക്കും ഭാർഗവനും അവളുടെ അടുത്തേക്ക് ചെന്ന്, മരുമോൻ ബേക്കറിയും പൂട്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കണക്കും പറയാതെ 3 നേരം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ? വേണമെങ്കിൽ ഞങ്ങൾക്ക് കയറ്റാതിരിക്കാം. അത്രയ്ക്കായി എൻ്റെ മോളെ ഇവൻ വിഷമിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ അത് ചെയ്തില്ല. പിന്നെ വെറുതെ ദേഹം അനങ്ങാതെ കുത്തിയിരുന്ന് തിന്നാലും പിത്തം പിടിക്കും. അപ്പോൾ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് ഭാർഗവനും പറയുന്നുണ്ട്. കണ്ടറിഞ്ഞ് എന്തേലും ചെയ്യുന്ന പോലെയല്ല ഇങ്ങനെ മാടുപോലെ പണിയെടുപ്പിക്കുന്നത് എന്ന് രാധ പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും കണക്ക് പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ പിന്നെയാണ് എന്ന് ശശികല പുച്ഛത്തോടെ പറയുന്നുണ്ട്. അതാണ്, അവിടെ ഇല്ലാത്ത വിഷമവും പരാതിയും ഇവിടെ എന്തിനാണ് എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോൾ അവിടെ അമ്മയുടെ മുന്നിലെ രണ്ടിന്റെയും മുട്ടിടിക്കും എന്ന് രേണുവും പറയുന്നുണ്ട്. ഞങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കൊച്ചിനെയും എടുത്ത് കടന്നു കളഞ്ഞ കക്ഷിയല്ലേ നീ എന്ന് രേണുവിനോടായി ചോദിച്ചോണ്ട് നേരം മോളെ രക്ഷിച്ചോണ്ട് പോവാൻ മാമനും ഓടിയെത്തിയല്ലോ എന്ന് ഭാർഗവനോടുമായി രാധ ചോദിക്കുന്നുണ്ട്. എന്റെ മക്കൾക്കൊരു ആപത്ത് വരുമ്പോ ഞാൻ ഓടിയെത്തും, മക്കളെ അതിന്ന് രക്ഷിക്കും, അതിനെന്താ ഇത്ര പുച്ഛമെന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. മരുമകന്റെ കാര്യത്തിൽ ഈ ശുഷ്കാന്തി കണ്ടില്ല, അതുകൊണ്ടാ എന്ന് രാധ ചോദിക്കുമ്പോ ആ കേസും പൊല്ലാപ്പം നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ലേ, അത് നിങ്ങളായിട്ട് തന്നെ അനുഭവിക്കുകയും വേണം, അതിലെനിക്കൊന്നും ചെയ്യാനില്ലെന്ന് ഭാർഗവനും പറയുന്നുണ്ട്. ഇപ്പോ മോഹന്റെ കേസ് തന്നെ ശരിക്കും ടൈറ്റ് ആയിട്ടുണ്ട്. അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് തുള്ളും മുമ്പ് ആ അറസ്റ്റിന്റെ കാര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്ക്. അല്ല പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവനും പുറകെ തന്നെ ശശികലയും അകത്തേക്കായി പോകുന്നുണ്ട്. അവരെ ശ്രദ്ധിച്ചോണ്ട് രേണു അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും രാധേച്ചി വന്നേ വാ പറയാം എന്ന് പറഞ്ഞ് മഹേഷ് രാധയും കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. രേണുവും സംശയത്തോടെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് രാധയോടായി പറയുന്നുണ്ട്, രാധേച്ചി ഇത് സത്യമാ, മാമൻ രാവിലെ പറഞ്ഞു, പുള്ളിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ വിവരാ. അതികൾക്ക് ടെൻഷനോടെ അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആ സിന്ദൂര വിക്രമൻ പറഞ്ഞതുപോലെ അമ്മയുടെ കാലിൽ വീണ് കേസിൽ നിന്ന് ഒഴിവാവണം എന്നവൻ പറയുമ്പോഴേക്കും അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രാധയും പറയുന്നുണ്ട്. ആ സിന്ദൂരൻ സാർ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ആവശ്യമല്ലേ, എന്ത് നമ്പർ ഇറക്കിയാണെങ്കിലും അമ്മയെ കൊണ്ട് നമ്മൾ ഇത് സമ്മതിപ്പിക്കണം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അമ്മ അയയുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലെന്ന് രാധയും പറയുന്നുണ്ട്. വെറുതെ നെഗറ്റീവ് പറയാതിരിക്കൂ. പിന്നെ ആ സിന്ദൂരൻ സാറിന്റെ ഫീസ് എങ്ങനെയെങ്കിലും കൊടുക്കണം, അഥവാ അകത്തായാലും ജാമ്യത്തിൽ ഇറക്കാൻ പോലും വരില്ലെന്ന് അയാൾ അന്നേ പറഞ്ഞതാ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ അത് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് രാധയും പറയുന്നുണ്ട്. ഈ അച്ഛൻ ഇങ്ങനെ ഒളിവിൽ നിൽക്കുന്നതാ നമ്മൾക്ക് എല്ലാത്തിനും പാര. ഈ കേസുമായി ബന്ധമുള്ളത് പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമാ. ദേ അച്ഛനോട് നമ്മൾ വിവരങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാനും പാടാ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും വിളിച്ചു വന്നതിന് അവരുടെ കയ്യിൽ തെളിവുണ്ടോന്ന് രാധയും ചോദിക്കുന്നുണ്ട്. തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ പിടിച്ചകത്തിടാൻ അമ്മയുടെ മൊഴി തന്നെ ധാരാളം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഡാ നീ എന്നാ ഒന്ന് ഇറങ്ങ്, നമുക്ക് മാധവം വരെ പോയി അമ്മയൊന്ന് കാണാമെന്ന് രാധയും പറയുന്നുണ്ട്. ഓ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ ചേച്ചിക്കല്ലേ വിശ്വാസമില്ലാതിരുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വേറൊരു വഴിയുമില്ല മുന്നില്, അതാ എന്ന് രാധയും പറയുന്നുണ്ട്. അപ്പോഴേക്കും യൂണിഫോം എല്ലാം ഇട്ടുകൊണ്ട് ഋതുവും അങ്ങോട്ട് വന്ന് അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അച്ഛ ഈ ഷർട്ടൊക്കെ ഞാനിട്ടു, ഈ ഷൂസ് ഒന്ന് ഇട്ടതാ അച്ഛ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് അവനെ ഷൂ ഇടിക്കുമ്പോഴേക്കും രാധയും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഷൂ എല്ലാം ഇട്ട് കഴിഞ്ഞ് കല്ലു ചേച്ചിയും കാവ്യ ചേച്ചിയും ഹാപ്പി അല്ലേ എന്ന് ഋതു ചോദിക്കുന്നുണ്ട്. ചിരിയോടെ ഹാപ്പിയാണ്,
ഞാൻ തലപ്രാന്തെടുത്ത് ഓടിയോണ്ട് ഋതുവിനെ കാര്യമായിട്ടൊന്നും വാങ്ങാനും പറ്റിയില്ല എന്ന് രാധ പറയുമ്പോഴേക്കും അത് സാരമില്ല, ചേച്ചിമാരെ തിരക്കിന്ന് പറയണേ എന്ന് ഋതു പറയുന്നുണ്ട്. പറയാമെന്ന് രാധ പറയുമ്പോഴേക്കും ഋതുവിന്റെ ബാഗുമായി ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട്. അദ്ദേഹം രാധയോടായി, പിന്നെ അന്യരെ പോലെ പുറത്തു നിൽക്കാതെ അകത്തോട്ട് കയറിയിരിക്കണം, ചായ എന്തെങ്കിലും കുടിക്കാം എന്ന് പറയുമ്പോഴേക്കും വേണ്ട, ചായ ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചായിരുന്നു എന്ന് രാധയും പറയുന്നുണ്ട്. ഋതു എല്ലാവർക്കും ബൈ പറഞ്ഞിറങ്ങുമ്പോഴേക്കും കണ്ടില്ലേ, കൊച്ചിനെ ഒന്ന് സ്കൂളിൽ വിടാൻ പോലും മരുമോനെ ഗുണപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവനും ഋതുവിന്റെ കൂടെ ഇറങ്ങിച്ചെന്ന് കാറിൽ കയറി യാത്രയാവുന്നുണ്ട്. അപ്പോഴേക്കും രാധ മഹേഷിനോടായി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാടാ നീ ഈ ചൊറിച്ചിലും സഹിച്ച് ഇവിടെ നിൽക്കുന്നെന്ന്? ഒരു വല്ലാത്ത ഗതിയാ, ഞാനിപ്പോൾ റെഡിയാവാം, ചേച്ചി ഒന്ന് അകത്ത് കയറിയിരിക്കെ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് രാധയും. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ മഹേഷ് റെഡിയാവാനായി അകത്തോട്ട് പോകുന്നുണ്ടേ. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒരു കാറിൽ മാധവത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേഷിനോടായി രാധ പറയുന്നുണ്ട്, വീട്ടിലൊരു ചെവി തലയില്ലടാ, അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടി തലപ്രാന്ത് കയറിയിട്ട് എനിക്ക് വയ്യ. രാവിലെ തന്നെ കാവ്യക്കിട്ട് 2 കൊടുത്തു, അവളിപ്പോ വലിയ കുരുത്തക്കേടാ. അവള് കരഞ്ഞു കാണിച്ചപ്പോ വിഷ്ണുവേട്ടൻ എന്നെ വഴക്കും പറഞ്ഞു, ഞാനും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു. പിന്നെ കല്ലുവിന്റെ വക ഉപദേശവും. ഞാൻ അങ്ങനെ വഴക്കിട്ടിട്ടാ നിന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ നീ അതിനപ്പുറം കുഴപ്പത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് രാധ പറയുമ്പോഴേക്കും മാധവത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ നമ്മുടെ ടൈം എന്തായാലും ബെസ്റ്റ് ടൈമാ എന്ന് മഹേഷും പറയുന്നുണ്ട്. അത് സത്യമാ, വല്ലാത്ത പരീക്ഷണങ്ങളാ മൊത്തം ജീവിതത്തിലും. ഇത്രയും പെടാപ്പാട് ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല എന്ന് രാധ പറയുമ്പോഴേക്കും അതെ, എന്റെ പാട് ചേച്ചിയും കണ്ടതല്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായടാ, തൽക്കാലം ഇപ്പോഴത്തെ പാടും ദുരിതവും ഒക്കെ വിടാം, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് രാധ പറയുമ്പോ അമ്മയെ എന്തെങ്കിലും സെന്റി അടിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കണം എന്ന് മഹേഷും പറയുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ അമ്മ ആയേയില്ല, അതുമല്ല നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു സമീപനം അമ്മ നേരത്തെ ഉറപ്പിച്ചതാ, അതുകൊണ്ട് മാറാൻ ഒരു ചാൻസുമില്ല എന്ന് രാധ പറയുന്നത് കേൾക്കെ മഹേഷും വണ്ടി ഒരിടത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ നമുക്കിത് ജീവൻ മരണ പോരാട്ടമാ, അമ്മ മൊഴി മാറ്റിയില്ലെങ്കിലേ നമ്മുടെ ജീവിതം തുലഞ്ഞു എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ പിള്ളേരുടെ കാര്യം പറഞ്ഞ് എന്തേലും നമ്പർ ഇടണം, നമ്മളെക്കാൾ നമ്മുടെ പിള്ളേരെയും കുടുംബത്തെയും ബാധിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നണം എന്ന് രാധയും പറയുന്നുണ്ട്. അത് ശരിയാ, പിന്നെ ചേച്ചി അമ്മയുടെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടി പാവം തോന്നുന്ന വിധത്തിൽ പറയണം. ചേച്ചിയുടെ മുഖം കണ്ട ആർക്കും ഒരു അലിവും തോന്നില്ല, ഇപ്പോ കുറച്ച് സെന്റി അടിച്ച് കരഞ്ഞാലും തരക്കേടൊന്നുമില്ല. അവൻ പറയുമ്പോഴേക്കും എനിക്ക് അങ്ങനത്തെ ഗോഷ്ടിയൊന്നും പറ്റില്ലടാ എന്ന് രാധയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പറ്റിയില്ലെങ്കിലേ ജയിലിലെ ഉണ്ട തിന്നാം. എന്റെ ചേച്ചി, ഇത് കളിച്ച കളിയല്ല, പോയാലേ നമ്മുടെ ലൈഫാ പോണേ. അമ്മയുടെ കാല് പിടിച്ചാലും ഞാനും വീണയുമേ കാണൂ, ഒരു നാണക്കേടും വിചാരിക്കണ്ട എന്ന് പറയുമ്പോ എനിക്ക് പാടാടാ എന്ന് രാധ വീണ്ടും പറയുന്നുണ്ട്. ഇപ്പൊ നിപ്പില് ചേച്ചി വീട്ടിലെല്ലാം ഇട്ടെറിഞ്ഞ് ഇറങ്ങി പോന്നില്ലേ, ഈ അവസ്ഥകൾ മാത്രം ആലോചിച്ചാൽ മതി, ചേച്ചിക്ക് കുറച്ചുകൂടി അയവ് വരും. ക്രിമിനൽ ഗൂഢാലോചനയിലെ പങ്കാളിത്തമാ നമുക്കെതിരെ ആരോപിക്കുന്നത്, ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ലത് എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഈസി ഒന്നുമല്ലെന്ന് എനിക്കറിയാം എന്ന് രാധയും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കുഴപ്പം അറിയാവുന്ന ഒരു ഒതുങ്ങലും വഴക്കവും ചേച്ചിക്ക് സത്യമായിട്ടും ഇല്ല എന്ന് മഹേഷ് പറയുമ്പോൾ നിനക്കറിയാലോ, എനിക്ക് ആരുടെയും മുമ്പിൽ തല താഴ്ത്തി ശീലമില്ല, വിഷ്ണുവേട്ടന്റെ അടുത്ത് പോലും എനിക്കത് പറ്റില്ല എന്ന് രാധയും പറയുന്നുണ്ട്. ഇഷ്ടവും അഭിമാനവും പറഞ്ഞോണ്ടിരുന്നാലേ അകത്ത് കിടക്കേണ്ടി വരും. ചേച്ചി, ഇപ്പൊ വേറാരുടെയും കാലല്ലല്ലോ, നമ്മുടെ അമ്മയുടെ കാലല്ലേ, അങ്ങ് പിടിച്ചേക്ക്, കൂടെ പിള്ളേരെയും തകരുന്ന കുടുംബത്തെയും ഒക്കെ പറഞ്ഞ് അങ്ങ് നിലവിളിച്ച് കരഞ്ഞേക്കണം. നമ്മുടെ പെർഫോമൻസിലാ നമ്മുടെ വിധി ഇരിക്കുന്നത്, കേട്ടാ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും നിന്നെ പോലെ കരഞ്ഞു കാണിക്കാനും സെന്റി അടിക്കാനും ഒന്നും എനിക്കറിയില്ല എന്ന് രാധയും പറയുന്നുണ്ട്. വേണമെങ്കിൽ മതി, ആ സിന്ദൂര വിക്രമൻ സാറിനെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ടാ എന്ന് മഹേഷ് പറയുമ്പോ എനിക്ക് മനസ്സിലായടാ എന്ന് രാധയും പറയുന്നുണ്ട്. മനസ്സിലായ മട്ട് ചേച്ചി പറയുന്നതിലൊന്നും കാണുന്നില്ല എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നീ ഒന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് നോക്കാമെന്ന് രാധയും പറയുന്നുണ്ട്. നോക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് മഹേഷ് പറയുമ്പോഴേക്കും അമ്മയെ പറഞ്ഞ് മാറ്റിച്ചോളാം പോരെ എന്ന് രാധയും ചോദിക്കുന്നുണ്ട്. എളുപ്പമല്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മഹേഷും വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ സന്തോഷിന്റെ വീട്ടിൽ അമ്മ മണി ചെടി നനച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് പോറ്റി അവരുടെ അടുത്തേക്ക് വന്ന് മണി, ഇന്നലെ ഞാൻ പെൻഷൻ വാങ്ങാൻ പോയപ്പോഴാ നമ്മുടെ വെണ്ണയിലെ ഹരി, അവനെ ഞാൻ കണ്ടത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവനെ കണ്ടിട്ട് കൊല്ലം കുറെ ആയി, ഈ അടുത്ത് ഏതോ കല്യാണത്തിന് പോയപ്പോ ശാരദ ചേച്ചിയെ കണ്ടിരുന്നു എന്ന് പറയുന്നത്. ആണല്ലേ, ഇപ്പോ ഹരി നമ്മുടെ ട്രഷറിയിലാ ട്രാൻസ്ഫർ ആയി വന്നതാ. അവന്റെ മൂത്ത മോളിപ്പോ കൃഷി ഓഫീസറാ, കുന്നുമേല് ഇളയമോള് നഴ്സിങ്ങിന് പഠിക്കുന്നു എന്ന് പോറ്റി പറയുന്നത് കേട്ട് അത്രയ്ക്കായല്ലേ, ഞാനവരെ എപ്പോഴോ കണ്ടപ്പോ പാവാടയും ബ്ലൗസും ഇട്ട പരുവമായിരുന്നു എന്ന് മണിയും പറയുന്നുണ്ട്. പിള്ളേരൊക്കെ പെട്ടെന്ന് കയറി അങ്ങ് വളരുവല്ലേ മണി, എനിക്ക് കുഞ്ഞൂട്ടന് വേണ്ടി മനസ്സിലുണ്ടായിരുന്ന കൊച്ചാ മൂത്തത്, പക്ഷേ നീ അന്നേരം കുഞ്ഞൂട്ടന്റെ ഇഷ്ടവും പിടിച്ചു പോയി, കാര്യങ്ങൾ ഈ സ്ഥിതിയിലുമായി എന്ന് പോറ്റിയും മണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അണ്ണ, എന്നെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തി പറയരുത്, ഇങ്ങനെയൊക്കെ വന്നു ചേരുമെന്ന് നമുക്ക് വല്ല ധാരണയും ഉണ്ടായിരുന്നോ
എന്ന് മണി ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ധാരണയുണ്ട് മണി. പണിക്കര് ചേർക്കാമെന്ന് സമ്മതിച്ചപ്പോഴും ഞാൻ എതിർത്തതാ എന്ന് പോറ്റിയും പറയുന്നുണ്ട്. ഞാൻ ജീവിതത്തിലെ ആകെ ധിക്കരിച്ചത് അണ്ണൻ പറഞ്ഞ ഈ കാര്യത്തിലാ. അതിനെ ഞാൻ ഇപ്പോഴും അനുഭവിക്കല്ലേ അണ്ണ. അണ്ണനത് പിന്നെ പറയുമ്പോ എനിക്ക് വിഷമമാവും എന്ന് മണി ടെൻഷനോടെ പറയുമ്പോ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. അവള് കാരണം അവന്റെ ജീവിതം തുലഞ്ഞില്ലേ. എനിക്ക് കുഞ്ഞൂട്ടന്റെ ഗ്രഹനില മണപ്പാടമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ മണി. ഹരിയുടെ കൊച്ചിന്റെ ഗ്രഹനില പണ്ട് എന്റെ കയ്യിൽ തന്നിരുന്നതാ. ചെറിയ പാപമുള്ളത് കൊണ്ട് എല്ലാ ജാതകവുമായും ചേരില്ല. അന്നേ കുഞ്ഞൂട്ടന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. രണ്ടാൾക്കും പാപസാമ്യമുണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോഴേക്കും ആ പെണ്ണിന്റെ ആലോചന നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ചില്ലേ. ഇപ്പോ ഹരിയെ കണ്ടപ്പോഴാ കാര്യം അറിഞ്ഞത്. ആ കൊച്ചിന്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമുക്കൊന്ന് കുഞ്ഞൂട്ടനെ നോക്കിയാലോ എന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. ഹരി അതിന് സമ്മതിക്കോ? കുഞ്ഞൂട്ടന്റേത് രണ്ടാം കെട്ടല്ലേ എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. അവന്റെ മോൾക്ക് ചെറിയ പാപമുള്ളത് കൊണ്ട് വരുന്ന ജാതകമൊന്നും ചേരാതെ വിഷമിച്ചിരിക്കുക. അഥവാ ചേർക്കാൻ പറ്റുന്നതാണെങ്കിൽ വല്ല പ്രൈവറ്റ് ജോലിയുമായിരിക്കും. അവര് സർക്കാർ ജോലിയുള്ളവരെ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പോറ്റി പറയുമ്പോൾ അവരത് സമ്മതിക്കുന്നാണോ അണ്ണൻ പറയുന്നത് എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. സമ്മതിക്കാതിരിക്കാൻ സാധ്യത കുറവാ മണി. ഡിവോഴ്സിന്റെ കാരണം തന്നെ സന്തോഷിന്റെ അല്ലല്ലോ. സന്തോഷിന് നല്ലൊരു സർക്കാർ ജോലിയില്ലേ. കല്യാണം കഴിഞ്ഞെങ്കിലും 1 വർഷം പോലും ഒന്നിച്ചു കഴിഞ്ഞില്ലല്ലോ. കുട്ടികളും ഇല്ല. ഏറ്റവും പ്രധാനം ഈ കുട്ടികൾ തമ്മിൽ പാപസാമ്യമുണ്ട്. നടക്കാനാ സാധ്യത എന്ന എന്റെ മനസ്സ് പറയുന്നത് എന്ന് പോറ്റി പറയുന്നത് കേട്ട് എന്ന് പിന്നെ നമുക്ക് നോക്കിയാലോ എന്ന ആവശ്യത്തോടെ മണിയും ചോദിക്കുന്നുണ്ട്. സന്തോഷത്തോടെ നിൽക്കുന്ന പോറ്റിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.